കൂട്ടുകാരെ നമസ്കാരം. നാടൻ പോത്ത് വരട്ടിയതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോത്ത് വരട്ടിയത് തയ്യാറാക്കുവാനായി 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ക്ലീൻ ചെയ്ത ചെറിയുള്ളി ഏകദേശം 1.5 കപ്പ് കണക്കിന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസിലുള്ള 2 സവാള കൂടി സ്ലൈസ് ചെയ്ത് ഇടുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി തന്നെ ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാകുവാൻ വേണ്ടി കുറച്ച് സവാള കൂടി ചേർത്തു എന്നേ ഉള്ളൂ. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഒരു 1/2 കപ്പ് കണക്കിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ച് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, എരിവുള്ള മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇറച്ചി മസാല 1 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയം പോത്ത് വരട്ടിയതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഒരല്പം ഉപ്പ് മാത്രമേ നമ്മളിപ്പോൾ ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിത് വരട്ടിയെടുക്കുന്നത് കൊണ്ട് അവസാനം ഉപ്പ് കൂടിപ്പോകുവാനായി സാധ്യതയുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോത്തിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ആവശ്യമാണ്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മസാലയെല്ലാം തയ്യാറാക്കി ഇതുപോലെ കുക്കറിൽ ഒരുമിച്ച് ബോയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് കൂടുതൽ വെള്ളം ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി കുക്കർ അടച്ച് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 8 വിസിൽ വരെ അടിച്ചതിന് ശേഷമാണ് ഞാൻ ഓഫ് ചെയ്തത്. ഇനി പോത്ത് വരട്ടുവാനായിട്ട് ഒരു ഫ്രൈങ് പാൻ എടുക്കാം. ഫ്രൈങ് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പോത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലുള്ള ഈ വെള്ളമെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ പോത്ത് വരട്ടിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, മറ്റ് റൈസ് ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ വിഭവമാണ് പോത്ത് വരട്ടിയത്. വളരെ ഈസിയായി തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.